ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് പറയുന്നു. അപ്പോൾ ഞങ്ങൾ വത്തിക്കാനിലോട്ട് പോവുകയാണ്. വത്തിക്കാൻ സിറ്റി അടുത്തൊരു കൺട്രി നമ്മൾ കയറാൻ പോവാം. നമ്മുടെ കാത്തലിക്സിൻ്റെ ഏറ്റവും വലിയ പോപ്പിനെ കാണാൻ വേണ്ടിയിട്ട്. പോപ്പിനെ കാണത്തില്ല എന്തായാലും, പക്ഷെ അവിടെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ എത്രമാത്രം നമുക്ക് കാണാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയി കാണാം. ഞങ്ങൾ ഓൺ ദ വേ ആണ്. ലെറ്റ്സ് സീ ബസിലിക്ക. അങ്ങനെ വണ്ടി പാർക്കിംഗ് ലോട്ടിലിട്ടിട്ട് ഞങ്ങൾ നേരെ വത്തിക്കാൻ കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഇത് കുറേ ഉണ്ട്, അണ്ടർഗ്രൗണ്ട്, ബേസ്മെൻറ്റ്, മുകളിലോട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട് ഇവിടുത്തേത്. അപ്പോൾ ഞങ്ങൾ വത്തിക്കാൻ ലക്ഷ്യമാക്കി നടക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും താണ്ട് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടു തുടങ്ങി. ഭയങ്കര സൗണ്ടാണ്, എന്താണെന്നറിയത്തില്ല. അങ്ങനെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടുത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സ്കോറിൽ നിന്നിട്ട് നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഇതെടുത്തിട്ടുണ്ട്, ഒരു ടൂറ് എന്ന് വെച്ചാൽ നമുക്ക് കയറാൻ ടിക്കറ്റ് ഇല്ല, അപ്പം ടൂർ എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ യൂഷ്വലി ഞങ്ങൾ ടൂർ എടുക്കാത്തതാണ്. അപ്പം അത് ചാപ്പലിൽ നമ്മുടെ ബസിലിക്കയിലും പിന്നെ നമ്മുടെ ടൂമ്പിലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അത് ടൂർ എടുത്തു. ഇതിവിടെ എന്താ നടക്കുന്നത് അറിയത്തില്ല. ബസിലിക്കയുടെ അങ്ങോട്ട് കയറുന്നിടത്തൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഇഷ്ടംപോലെ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി പോപ്പ് വല്ലതും വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഫുൾ ബ്ലോക്ക്ഡാണ് കുറേ സ്ട്രീറ്റ്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വത്തിക്കാൻ സിറ്റിയിൽ കാലുകുത്തി അതേപോലെ തന്നെ അപ്പോൾ തന്നെ കാലുകുത്തി തിരിച്ച് ഇറ്റലിയിലേക്ക് തന്നെ ഇറങ്ങി. ഇനി നോക്കട്ടെ, ഇനി അവിടെ ചെല്ലുമ്പോൾ ഇനി കയറാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. ഇവിടുത്തെ ടിക്കറ്റിംഗ് ഓഫീസിൽ വന്നു. ഞങ്ങൾക്ക് മറ്റേ ഇത് കിട്ടി, ഇഡ്ലി പാസ് എന്ന് പറഞ്ഞിട്ട്. ഇനി അതുകൊണ്ട് ഗൈഡ് വരും. 11:30 ആകുമ്പോഴത്തേനും പോകും. കാരണം ഇവിടെ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഓടി വരികയായിരുന്നു. 7:20 10 മിനിറ്റ് കൂടി ഉണ്ട്. അങ്ങനെ 1 മണിക്കൂർ ലൈനിൽ നിന്ന് ഞങ്ങളത് ഉള്ളിലോട്ട് കയറി. ഭയങ്കര ലൈനായിരുന്നു. സ്കിപ്പ് ദ ലൈൻ ഉണ്ടായിട്ട് പോലും ഇന്ന് ഭയങ്കര ഇതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജൂബിലി ആഘോഷിക്കുന്നതുകൊണ്ട് ആൾക്കാർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക നമുക്ക് ഉള്ളിലോട്ട് കയറാനും ഇതിനൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല. സ്കിപ്പ് ദ ലൈൻ എടുത്തു കഴിഞ്ഞാലും ഡിസംബർ വരെ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ചുകൂടി ഫാസ്റ്റ് പോകും, അത്രേ ഉള്ളൂ സ്കിപ്പ് ദ ലൈൻ. പക്ഷേ ഞങ്ങൾ ഗൈഡ് ഉണ്ടായിട്ടും കാര്യം ഉണ്ടായില്ല. അവർക്ക് സ്കിപ്പ് ദ ലൈൻ ഈ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുറേ സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി അതൊക്കെ എടുത്ത് ട്രോളി എടുത്ത് കയറണം. അത് കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു കൺട്രിയിൽ വന്നിരിക്കുക, വത്തിക്കാനിലെത്തി. നമ്മുടെ ഏറ്റവും റിലീജിയസ് ആയ സ്ഥലത്ത് തന്നെ മെയിൻ സ്ഥലമാണ് കാത്തലിക്സിൻ്റെ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത്. പോപ്പ് വന്ന് കാണുന്ന സംഭവമൊക്കെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഉള്ളതുകൊണ്ട് വേറെ വഴി കൂടെ കയറ്റി വിട്ടു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ വരുന്ന ലൈനും ഇതെല്ലാം കാണാം. മൊത്തത്തിൽ ജില്ലയൊക്കെ താഴെയുണ്ട്. അപ്പോൾ സ്റ്റോൾ അവിടെ വയ്ക്കണം, എന്നാലും കുഴപ്പമില്ല.
ഈ കാണുന്നതാണ് സിസ്റ്റീൻ ചാപ്പൽ. ഇവിടെ കാണുന്നത് മൊത്തം തുരുമ്പാണ്. അടക്കം ചെയ്തിരിക്കുന്നത് പോപ്പുമാരടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇത് മൊത്തം പോപ്പുമാരാണ് ഇവിടെയൊക്കെ അധികം ചെയ്തിരിക്കുന്നത്. നമ്മൾ ബസിലിക്കയുടെ ഉള്ളിലോട്ട് കയറി. ഇത് വലിയൊരു ബസിലിക്ക, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും വലുതാണ്. ഇതിൻ്റെ മുകളിലുള്ള മകുടവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അവർ പറഞ്ഞു ചില കാര്യങ്ങൾ ക്ലോസ് ചെയ്തത് ഇവിടെ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഡാൻസൊക്കെ കളിച്ച് ചാടി കയറിയൊക്കെ പ്രശ്നമാക്കി. പിന്നെ ഈ ആൾത്തറയിൽ വന്ന് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്തു വേറെ രാജ്യത്ത് വന്ന ആൾക്കാർ. ഏത് രാജ്യമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് അവർ കുറേയൊക്കെ ക്ലോസ് ചെയ്തു. അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ജോൺ 23 ഒരു കബറടക്ക് ഇതിൻ്റെ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ്. അവിടെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കാണുന്നത് അതിന് ഫോട്ടോകൾ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ കുറേ പേര് ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതൊരു അവിടെ ഒരു ശവകുടീരമുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബസ്സിലേക്കെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു, പലതും ഓർമ്മയില്ല ഇപ്പോൾ പുള്ളിക്കാർ പറഞ്ഞതൊക്കെ. അപ്പം ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ സ്റ്റോളറുടെ വെച്ചിരിക്കുക, സ്റ്റോളർ എടുത്തിട്ട് പുറത്തുകൂടെ ഒക്കെ ഒന്ന് നടക്കാം. പക്ഷേ ഇന്ന് അധികം നടക്കാനൊന്നും പറ്റത്തില്ല, കാരണം എല്ലായിടത്തും ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും, കാരണം ജൂബിലിയുടെ ആഘോഷമായതുകൊണ്ട്. ഞങ്ങൾ ഇത്രയും
കൊന്തമാലയെല്ലാം വാങ്ങിച്ചു എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലും പിന്നെ ഫ്രണ്ട്സിനും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഒരെണ്ണം ബാക്കിയുണ്ട്. ആദ്യം മെസ്സേജ് അയക്കുന്ന ആർക്കും അവർക്ക് കിട്ടും. അങ്ങനെ നമ്മളിതാ പുറത്തെത്തിയിരിക്കുകയാണ്. പുറത്ത് ഇതാണ് നമ്മുടെ പോപ്പ് വന്ന് നമ്മൾ ചെയ്യുന്ന ആ സ്റ്റേഴ്സാണത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്ന ബാൽക്കണി. അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് കണ്ട് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ 2 സ്ഥലമുണ്ട്, പക്ഷേ അതൊക്കെ ഓപ്പൺ ആണോന്ന് അറിയത്തില്ല. ഒരു ഹാള് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു വിവാദമായ ഒരു പിക്ചറുണ്ടായിരുന്നു. മാർപ്പാപ്പ പോപ്പ് എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അതൊരു സാത്താനിക്കിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹാള്. അപ്പോൾ അതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറയുന്നത് അത് ജീസസ് റെസ്ട്രക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വത്തിക്കാൻ സിറ്റി വന്ന് ബസിലിക്ക ഒന്ന് കണ്ട് നേരെ പുറത്തിറങ്ങി. എൻ്റെ പുറയിൽ നന്നായിട്ട് കാണാം, പുറയിലായിട്ട് നിൽക്കുക. ഇത് ഒരു അടിപൊളി ഒരു ചർച്ചാണ്. ഇത്രയും വലുപ്പം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അല്ലേ? ഇത്രയും വലുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യം കയറി കാണുമ്പോൾ തന്നെ ഇതേപോലെ ഉണ്ട്, പക്ഷേ ഇത്രയും വലുപ്പം ഇതിൽ കുറഞ്ഞ ചെറുത്, പക്ഷേ അത് അതിൻ്റെക്കാട്ടും വലുതാണ്. അതെ. ഇനി ഇതൊക്കെ കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇന്ന് റൂമിൽ പോവും. അങ്ങ് നേരെ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി വൈകിട്ടെങ്ങാനും ഞങ്ങൾക്ക് ഇറങ്ങാൻ തോന്നുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇറങ്ങും, റൂമിൽ മാത്രം അല്ലേ? എന്നിട്ട് നമ്മൾ നാളെ ഇവിടുന്ന് നേരെ സാൻ മറീനോ എന്ന് പറയുന്ന ഒരു കൺട്രിയിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് പാർക്കിംഗ്. ടെർമിനൽ ഗിയാൻസിലോ എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കിങ്ങാണ്. അത് നേരെ വരുന്നത് ഇതാണ് ബസിലിക്കയുടെ അങ്ങോട്ടേക്കാണ്. പിന്നെ അവിടെ നേരെ അങ്ങോട്ട് കയറിയാൽ മതി. അപ്പോൾ ആളി തരുവാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്താൽ മതി. ഇവിടെ കേരളം എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, കേരളം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക്. അവിടെ പോയി ഒരു ചോറ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു.